എ ട്രാൻസ് വുമൺ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഹോം ടൗൺ കാലിക്കറ്റ്. ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവത്തിൽ ഒരിത്തിരി ആശ്വാസം കണ്ടെത്താനാണ് ഞാനിവിടെ എത്തിയത്. അതിൽ കൂടുതൽ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ക്യാമ്പിൽ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഹാപ്പിനെസ് ഇവിടെ വെച്ചെൻ്റെ കൂട്ടുകാരികളായ ലൈലയും നിമ്മിയും ഒരു വർഷത്തിന് ശേഷം സർപ്രൈസായി മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ആഹാ, അത് കൊള്ളാലോ. ഇതിപ്പോ ഞങ്ങൾക്ക് സർപ്രൈസ് ആയല്ലോ. നല്ലൊരു കൈ കൊടുക്കാം. ഇങ്ങനെയുള്ള ചില അവിചാരിതമായ കണ്ടുമുട്ടലുകളും ഇത്തരം ക്യാമ്പുകളുടെ ഭാഗമാണ്. என்ன பண்ணலாம் லைலா? நீங்க சொல்றதுதான். நான் ஒன்றும் கம்பல் பண்ணல. അത് പിന്നെ ഒക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. அப்ப சரி, யோசனை பண்ணி சொல்லு. சரி. എടി, ഇവരൊക്കെ എത്രക്കാരാണെന്ന് ആർക്കറിയാം. കണ്ടിട്ട് തന്നെ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നീ പോയി അക്കയോട് പറയാൻ പറ്റില്ല എന്ന്. അതൊരു പാവം തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? ഒന്നുമില്ലെങ്കിലും മാസം റെന്റ് ഷെയർ ചെയ്യാൻ ഒരാളായില്ലേ? അത് ചിന്തിക്ക്. പിന്നെ എന്റെ റൂമിലല്ലേ സ്പേസ് ഉള്ളൂ. അവൾ അവിടെ കിടന്നോട്ടെ. അപ്പൊ നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ആ, ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. വാ പോവാ. ആ അക്ക, ഞങ്ങക്ക് ഓക്കെയാണ്. ഹായ്, ഞാൻ ഹിമ. ഞാൻ അഞ്ജു. എന്നാ പോവാ. അപ്പൊ ശരി, അവിടുന്ന് കാണാം. പോട്ടെ. இங்கே நிறுத்துங்க. வா. சரி, வாமா. எல்லாம் ஓகே தான். அவங்க அங்கே தான் இருப்பாங்க. நீ மேலே போயிடு. എന്തെങ്കിലും ഒന്ന് ജയിച്ചു കണ്ടാ മതി. നീ ഒന്ന് കളിച്ചു. ഓ ആ, താനെത്തിയോ? വാ. അയ്യോ, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് നിമ്മി, ഇത് ലൈല. ഞങ്ങൾ DMLT സ്റ്റുഡൻസാ. റൂം കാണിക്കാം. വാ. എടാ പോരെ. അനിത മേഡം എനിക്ക് വേണ്ടി അക്കോമഡേഷൻ ഒരുപാട് നോക്കിയതാ. ഒന്നും ശരിയായില്ല. എല്ലാവർക്കും എന്നെ പോലെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ എന്തോ പേടി പോലെ. അതൊന്നും കുഴപ്പമില്ല. വാ. എന്നോട് തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് മാറിയെന്നാലോ? ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. പഴയതൊക്കെ ഒന്ന് മറന്നു തുടങ്ങിയുള്ളൂ. പ്ലീസ്, ഇനി അതൊന്നും ഓർമ്മിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. പിടിച്ചേ നല്ല ടീമാ. നിങ്ങൾ പരിചയക്കാർ മാത്രം സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഇതിന് ക്യാമ്പിന് വന്നത്. നിങ്ങൾ 3 ആളില്ലേ? എന്നാൽ 3 ആൾക്ക് ട്രിപ്പ് പോയിക്കൂടായിരുന്നോ? ഇത് അഞ്ജു അല്ലേ? ആ അതെ. എവിടെയോ കണ്ട നല്ല പരിചയം, പക്ഷെ എവിടെയാന്ന് കിട്ടണില്ല. ബൈ ദുബായ്, ഞാൻ ഷഹബാസ്, മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാണ്. മണ്ണിന്നേരം നീ മണ്ണിലെയോ? എന്നാ കാണാം. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. നമുക്ക് പിന്നെ പരിചയപ്പെടാട്ടോ. എന്റെ പൊന്നു വെച്ച് ഇവരൊന്നും പരിചയപ്പെടരുത്. അതെ മണ്ണേ, എന്തോ ടെൻഷനിലാണല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അപ്രതീക്ഷിതമായി കൂട്ടുകാരെ കണ്ട എക്സൈറ്റ്മെൻറ്റിലല്ലല്ലോ കാണുന്നത്. എന്തോ ഭയക്കുന്നത് പോലെ. എന്തു പറ്റി? ഓ, നിങ്ങൾ മൈൻഡ് റീഡർ ആണല്ലോ. ഇതിനിപ്പോൾ മൈൻഡ് റീഡിങ്ങോ മാജിക്കൊന്നും വേണ്ട. ഞാൻ തുടക്കം മുതലേ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താ സംഭവിച്ചത്? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളൊന്ന് ടൗണ് വരടി. ക്ലാസ്സിൽ വരാൻ മാത്രമേ നിനക്ക് അസുഖമുള്ളൂ. കറങ്ങാൻ പോകാനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? എടി, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ആണോ? എടി, ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. ഇവൾക്കും എന്തോ മേടിക്കാൻ. ഞങ്ങൾ പെട്ടെന്ന് വരടി. നമുക്ക് ഒരുമിച്ച് പിന്നെ പോവാം. വായുമേ.
പോട്ടെ ഓട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ മൂന്നുപേരും ഒരുമിച്ചല്ലാതെ ഇതുവരെ പുറത്തു പോയിട്ടുണ്ടോ? അങ്ങനെ 5 വന്നതോടുകൂടി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ചെറിയ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. അവരുടെ സൗഹൃദം അതൊരു റിലേഷൻഷിപ്പിലേക്ക് വളർന്നു. പിന്നീട് അങ്ങോട്ട് അവൾ ഹിമയുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സമാധാനം തരുമോ? ഓ തുടങ്ങി രണ്ടും കൂടെ. ഇന്നിപ്പോ എന്താണ് അവ കാരണം? നീ ഒന്നിങ്ങോട്ട് വന്നേ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ തന്നെ എടുത്തു വെച്ച് കുടിച്ചായോണ്ട് എനിക്കൊന്നും പറയാനില്ല. ഹിമേ, അഞ്ജു വാതിൽ തുറന്നേ. എന്താ എന്താ അഞ്ജു നിങ്ങളുടെ പ്രശ്നം? ഓ എന്റെ പൊന്നു ലൈല, എനിക്കൊരു മെസ്സേജ് വന്നാലോ ഒരു കോൾ വന്നാലോ അത് ആരാ നിനക്ക് അറിയണം, എന്താ നിനക്ക് അറിയണം. അതെന്നെ ഇവിടുത്തെ പ്രശ്നം. നിമ്മി, ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഈ അടുത്തായിട്ട് ഇവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നീങ്ങി വന്നേ, ഇത് അവര് തമ്മിൽ തീർത്തോളും. നിങ്ങൾ വഴക്കൂടോ തല്ലൂടോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുണ്ടെന്നുള്ള ബോധം വേണം. പാടി. ജീവിതഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഒരപ്പൂപ്പൻ താടി പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറത്തിവിടുക. എൻ്റെ ഈ ശബ്ദം നിലയ്ക്കുന്നതോടെ നിങ്ങൾ കേൾക്കേണ്ടത് വന്യതയുടെ നിശ്ചലതയിൽ പ്രകൃതി ഒരുക്കുന്ന താരാട്ടുപാട്ടാണ്. ശൂന്യമായ നിങ്ങളുടെ ഹൃദയവും കാതുകളും മാത്രം തുറന്നു പിടിക്കുക. അതിനെ ആവോളം ആസ്വദിക്കുക. അടച്ച കണ്ണുകൾ തുറക്കാതെ ദീർഘനിശ്വാസങ്ങളിൽ മുഴുകുക. ഈ ലോകം നിങ്ങളിലേക്ക് ചുരുങ്ങുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. Open your eyes. See the magic of nature. പ്രശ്നസങ്കീർണമായ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ മനസ്സിനകത്ത് നീറിപ്പുകയുന്ന 100 സങ്കടങ്ങൾ, വിഷമങ്ങൾ, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങൾ, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കാൻ, ഒന്ന് ഷെയർ ചെയ്യാൻ, ഒരു താങ്ങായി നിൽക്കാൻ ഒരു തോൾ വേണമെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ? പല പല കാരണങ്ങൾ ഇതൊന്നും പങ്കുവയ്ക്കാൻ കഴിയാതെ ഉള്ളിലൊരു നീറ്റലായി കൊണ്ടു നടക്കുകയല്ലേ? ഇപ്പോഴിതാ ഈ നിമിഷത്തിൽ നിങ്ങൾക്കങ്ങനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യാൻ, പരസ്പരം മുഖം നോക്കാതെ പങ്കിടാൻ ഒരവസരം. ഉള്ളു തുറക്കണം. ആഗ്രഹങ്ങളും പരിഭവങ്ങളും എല്ലാം തുറന്നു പറയണം. തൻ്റെ കൂടെയിരിക്കുന്നവർ ആരെന്നറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ചിന്തകളുടെ ഭാരം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നത് വരെ. ഏയ് അങ്ങനെയൊന്നുമില്ല. ലൈല, ഇതേപോലെയൊക്കെ തന്നെ നമ്മുടെ ജീവിതം. സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തകർന്നടിയാൻ ഒരു നിമിഷം മതി. ഓ ഫിലോസഫി. ബോബി, ഈ പ്രണയത്തെക്കുറിച്ച് ബോബിയുടെ അഭിപ്രായം എന്താ? നല്ല ചോദ്യം. പ്രണയം അത് പ്രാണനെ പോലെയാണ്. പ്രണയമില്ലാത്തടത്ത് പ്രാണനുമില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രാണം പോകുന്നതിനേക്കാൾ വലിയ വേദന തരാൻ പ്രണയത്തിന് പറ്റുന്നത്. പിന്നെ ഞാനൊരു കാര്യം ഇതെന്തു പറ്റിയെന്നേ? എന്നോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ലൈലെ വിളിക്കാൻ പോയതാ. ഒച്ചയായിട്ട് നോക്കിയപ്പോ നിമ്മി വെള്ളത്തില്. ആ സമയത്ത് ഇവര് കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത്രയും സ്ഥലമായിട്ട് ഇയാളെന്തിനാ അങ്ങോട്ട് പോയത്?
ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലേ അവിടെ വഴുക്കലുണ്ടാവുമെന്ന്. വീണല്ല, ആരെ തള്ളിയിട്ടതാ. തോന്നിയതായിരിക്കും. അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? തോന്നിയൊന്നല്ല. അതെ, താൻ ഓക്കെ അല്ലേ? ഹോസ്പിറ്റലൊന്നും പോകണ്ടല്ലോ. കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. ആ, അപ്പോ കൂട്ടത്തിൽ ചങ്കരേഷിച്ച നമ്മുടെ ഷേബാസിനും ടീമിനും നല്ലൊരു ഗൈഡ് കൊടുത്തേ. അതെ അതെ, വാ, മതി മതി, കേറ്. ഇനി ആദ്യം നിൽക്കണ്ട, വാ. വേടാ പോവാ. എന്തിനാ നീ വരുന്നില്ല? വേമ്പാ. അവളെന്തോ കരുതിക്കൂട്ടികളെ വരവോ, ഒന്ന് സൂക്ഷിക്കണം. ക്യാമ്പിൽ വന്നിട്ട് അവളുടെ സ്വഭാവത്തിന് മാറ്റം വന്നാ അത് നല്ലതല്ലേ? ബോബി എന്തറിഞ്ഞിട്ടീ പറയുന്നേ? അവൾക്ക് മാനസാന്തരം വന്ന അവളില്ലാതാക്കിയ ഹിമയെ തിരിച്ചു കിട്ടുമോ? എനിക്ക് മനസ്സിലായി, അറിയാം. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ അവളിപ്പോഴും കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ ജാമ്യം കിട്ടിയവൾ പുറത്തിറങ്ങിയത്. നിയമത്തിന്റെ പഴുതിൽ അവൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഹിമയെ കൊന്നത് അവളാണെന്ന്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഈ ക്യാമ്പ് തീരുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ? പിന്നെന്താ? ഞാനിപ്പോൾ ചോദിക്കുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്. സത്യത്തിൽ അന്ന് അവിടെ എന്താ സംഭവിച്ചത്? അന്ന് ഒരു ന്യൂ ഇയർ രാത്രിയായിരുന്നു. അവിടെ ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും. അവര് റൂമിലുണ്ടാവും, അല്ലാണ്ട് അവിടെ പോവാനാ. ന്യൂ ഇയർ ആയിട്ട് ഇന്നും തമ്പുരാട്ടികൾ ഇറക്കിയതിന് ഇരിപ്പാണോ? ഞാൻ എന്തായാലും പോയി നോക്കിട്ട് വരാം. നിനക്കെന്താ അവനോട് നോ പറയാൻ ഇത്ര പേടി? അല്ലെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കിക്കൂടെ? ഞാൻ നോ പറഞ്ഞാലോ ബ്ലോക്ക് ചെയ്താലോ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവാൻ പോകില്ല അഞ്ജു. ഈ സാം എന്ന് പറയുന്നവൻ എന്റെ വകയിലൊരു ബന്ധുവാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് വലിയ ശല്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളോട് ആരോട് ഇത് പറയാതിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് ഇതെന്റെ തലയിൽ എങ്ങനെയും ഇടണം. അവന് ഇച്ചിരി ബാക്ക്ഗ്രൗണ്ടുള്ള കൂട്ടത്തിലാണ്. ഓ പിന്നെ ഒരു പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്ത് തലേ കെട്ടി വെക്കാനൊന്നും ഇപ്പൊ ആർക്കും പറ്റില്ല. ഹിമേ, അല്ല ന്യൂ ഇയർ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനാണോ പ്ലാൻ? നീ നടന്നോ, ഞങ്ങൾ വരാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വന്നേ. ബാക്കി വഴക്കും ബഹളമൊക്കെ അടുത്ത വർഷമാവാം. നിമ്മി, അവളെവിടെ? അവള് പെത്തു. അഞ്ചു അല്ല അഞ്ചു, എവിടെ നിന്റെ പാർട്ടി? ഓ അത് ഞാൻ മറന്നുപോയി. ഞാനൊന്ന് അച്ഛനെ വിളിക്കട്ടെ. എന്തായി മക്കളെ സെലിബ്രേഷൻ? വിളിക്കണ്ട, അച്ചായൻ എത്തി. ഇന്ന് നമ്മളെല്ലാവരും കൂടി പൊളിക്കൂട്ടാ. സെലിബ്രേഷൻ എത്തിയല്ലോ. ആ എല്ലാരും വന്നിട്ടല്ലോ. ഞങ്ങള് നേരത്തെ എത്തി. ബീറ് മാത്രമേ ഉള്ളൂ, വൈനൊന്നും കിട്ടിയില്ല ചായ. വൈനൊന്നും കിട്ടിയില്ല മോളെ. ഇതന്നെ സങ്കല്പിക്കാൻ പറ്റ പാട് അച്ചായനെ അറിയുള്ളോ. ഞാനൊരു കാര്യം പറയാം. ഇന്ന് ന്യൂ ഇയർ ആണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദ്യത്തെ പുതുവർഷം. എല്ലാ ടെൻഷനും മാറ്റി വെച്ച് നമ്മളിന്ന് അടിച്ച് പൊളിക്കും, അല്ല ചായ? പിന്നല്ല, തകർക്കണ്ട് അച്ചായനിലെ കൂടിയുള്ളത്. പിന്നെ മക്കളെ, അക്ക ഈ ബീറിന്റെ ഒരു കലവരുടെ അറിയരുത്. അച്ചായൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു, അത് ഞങ്ങൾ കഴിച്ചു. അത്ര ഉള്ളോട്ടാ. പഠിച്ച കള്ളിയാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവള്. ചിലരങ്ങനെയാണ്. ആഗ്രഹിച്ചത് നേടാൻ പറ്റിയില്ലെങ്കിൽ മറ്റാർക്കും സ്വന്തമാവാത്ത വിധം അവരതിനെ ഇല്ലാതാക്കും. പക്ഷേ ഇത്തരം മനസ്സുകളെ മാറ്റി ചിന്തിപ്പിക്കാൻ ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷേ ബോബി, ഇവിടേക്കുള്ള അവളുടെ വരവ് അവൾ എന്തൊക്കെയോ മനസ്സിൽ ഓർപ്പിച്ചിട്ടാ. ചിലപ്പോൾ അത് ഞങ്ങളെ തേടിയാവാം. എനിക്കും ഇപ്പം അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവളൊരു ഫേക്ക് ഐ ഡിന്നാണ് ഈ കൂടലിന് ജോയിൻ ചെയ്യുന്നത്. അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ ഒരു പ്ലാൻ ഇവിടെ നടക്കാൻ പോകുന്നില്ല. പോരെ, നിങ്ങൾ അതൊക്കെ വിട്. നമ്മുടെ നൈറ്റ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങാറായി. അങ്ങോട്ടില്ലേ?